14-ാം ദിവസം സമ്മാനം. ഒരു കൊച്ചു കുഞ്ഞിനെ ലോകത്തിന് നൽകിക്കൊണ്ട് സ്വർഗം ഭൂമിക്ക് നൽകിയ പകരം വയ്ക്കാനില്ലാത്ത സമ്മാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ വായിച്ചത് ഓർക്കുന്നു. ആ പൂവ് നീ എന്തു ചെയ്തു? ഏതു പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചെമപ്പായ ആ പൂവ്. ഓ അതോ? അതെ, അതെന്തു ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടി അരച്ച് കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിലെന്ത്? ഓ ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു അത്. ഓരോ സമ്മാന പൊതിയിലും ഓരോരുത്തരും കൈമാറുന്നത് അവനവൻ്റെ ഹൃദയത്തിൻ്റെ മുദ്രയാണ്. അത് സ്വർണമായാലും മിഠായി ആയാലും ഒരു ചെറിയ പൂവായാലും. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ഹൃദയമുദ്രകൾ ഈശോയുടെ ജനനത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് സമ്മാനങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ഈ ക്രിസ്മസ് കാലത്ത് ദൈവം നമ്മുടെ മിഴികൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് ഭൂമിയെ നോക്കി പുഞ്ചിരിക്കും എന്നത് തീർച്ചയാണ്. ഏറ്റവും മനോഹരമായ സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. കിഴക്ക് നിന്നെത്തിയ ജ്ഞാനികൾ ദരിദ്രരായ ഒരു കുഞ്ഞിന് വേണ്ടി കരുതി വെച്ച സമ്മാനങ്ങളെയും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ജ്ഞാനികളുടെ കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതും ഏറ്റവും വിലപ്പെട്ടതുമായ കാര്യങ്ങൾ ദൈവത്തിന് കാഴ്ചവെക്കണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒടുവിലായി മദ്യപിച്ച ഒരാൾ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു പിറന്നാൾ സമ്മാനം തിരയാൻ മറ്റൊരാളുടെ സഹായം തേടിയപ്പോൾ അയാൾ പറഞ്ഞൊഴിഞ്ഞ മറുപടി ഇങ്ങനെ: ഒരു സമ്മാനമുണ്ട് സാർ, സുഹൃതത്തിൻ്റെ സുഗന്ധമുള്ള ഒരച്ഛൻ. എന്താ, അത്തരമൊരു സമ്മാനത്തിന് നിങ്ങളുടെ കുഞ്ഞിന് അർഹതയില്ലേ? അതെ, അവനവനെ തന്നെ സമ്മാനമായി ഏകുക. ആമേൻ.